നമസ്കാരം. ചെപ്പോക്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഉണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ MS ധോണിയെ ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ ഇറക്കാൻ ധൈര്യപ്പെടാത്തതിനെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മനോജ് തിവാരി ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലക സംഘത്തെ വിമർശിച്ചു. കഴിഞ്ഞ ദിവസം CSK നടത്തിയത് ഒരു മണ്ടം തീരുമാനമാണെന്നാണ് അദ്ദേഹം വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. 197 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന് CSK തകർന്നു വീണെങ്കിലും ധോണി 9ാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ക്രിക് ബസിൽ തന്നെ സംസാരിക്കവേ പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയായിട്ടും ധോണിയെ നേരത്തെ അയക്കാനുള്ള തീരുമാനം CSK മാനേജ്മെന്റ് നടത്താതിരുന്നതിനെ തിവാരി അപലപിച്ചു എന്ന് വേണം പറയാൻ. പരിശീലക സംഘത്തിന്റെ ധൈര്യക്കുറവ് മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാണ് തിവാരിയുടെ വാക്കുകളിൽ കുറ്റപ്പെടുത്തുകയും അവരുടെ സമീപനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 16 പന്തിൽ നിന്ന് 30 റൺസ് നേടി പുറത്താകാതെ നിൽക്കാൻ കഴിയുന്ന MS ധോണിയെ പോലുള്ള ഒരു ബാറ്റ്സ്മാൻ എങ്ങനെ നേരത്തെ ഉയർന്നു വന്നില്ല എന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണെന്ന് പറയുന്നു. നിങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത് അല്ലേ? മനോജ് തിവാരി തന്നെ ചോദിച്ചത് ഇത്തരത്തിലാണ്. ആ പരിശീലക സംഘത്തിന് MS ധോണിയുടെ ഓർഡർ മുകളിലേക്ക് മാറ്റാൻ പറയാൻ ധൈര്യമില്ല. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രം അതൊക്കെ നടക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പവർ പ്ലേക്കുള്ളിൽ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ സാധിക്കുമെന്നും ചെന്നൈക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ ആയില്ല എന്നും പറയുന്നു. റൺ റേറ്റ് കുതിച്ചുയർന്നിട്ടും രവിചന്ദ്രൻ അശ്വിനെയും രവീന്ദ്ര ജഡേജയും ധോണിക്ക് മുൻപായി അയച്ചു കൊടുത്തു. ഇത് ആരാധകരെ കൂടുതൽ അലോസരപ്പെടുത്തി എന്ന് വേണം പറയാൻ. 16ാം ഓവറിൽ തന്നെയാണ് ധോണി ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോഴേക്കും കളി തോറ്റുപോയിരുന്നു എന്ന് നമുക്കറിയാം. 2 റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്തേക്ക് വീണ്ടിരിക്കുകയാണ് CSK. 2 കളിയിൽ നിന്നും ഓരോ ജയവും തോൽവിയുമാണ് ഇപ്പോൾ അവർക്കുള്ളത് എന്ന് പറയണം. ആദ്യ കളിയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ജയിച്ചെങ്കിലും അതൊരു ആധികാരികമായ പ്രകടനമായിരുന്നില്ല. ഹർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ഇല്ലാത്ത മുംബൈക്കെതിരെ കഷ്ടിച്ചാണ് ചെന്നൈ ജയിച്ചു കയറിയത്. രണ്ടാമത്തെ കളിയിലാകട്ടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് 50 റൺസിന് നാണം കെട്ട തോൽവി എല്ലാവർക്കും വളരെയധികം വിനയായി മാറി. RCB നൽകിയ 197 റൺസിന്റെ വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് CSK 8 വിക്കറ്റിന് 144 റൺസ് മാത്രം എടുത്താണ് മത്സരം കൈവിട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ചെന്നൈയുടെ പ്രശ്നമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് നയിച്ച ടീം പുറത്തായത്. ഈ സീസണിലും അവരുടെ പ്രകടനം വലിയ പ്രതീക്ഷയൊന്നും തരുന്നതൊന്നല്ല എന്നും തികച്ചും മോശമായ രീതിയിലാണ് പറയുന്നത്. ചെന്നൈ ടീമിനകത്തെ ശരിക്കുമുള്ള വില്ലൻ മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരമായ MS ധോണിയാണെന്നാണ് പറയേണ്ടി വരുമെന്നാണ് പുറത്തുള്ളവർ തന്നെ പറയുന്നത്. അദ്ദേഹം കളി മതിയാക്കിയാൽ മാത്രമേ CSKക്ക് ഇനി രക്ഷയുള്ളൂ എന്ന് പോലും വലിയ വിമർശനം വരുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങളും ഒരുപാടാണെന്ന് പറയുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ കഴിഞ്ഞ സീസൺ മുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഋതുരാജ് ഗെയ്ക്വാദ് ആണെങ്കിലും അദ്ദേഹം ഡമ്മി ക്യാപ്റ്റൻ ആണ് എന്നാണ് പലരും പറയുന്നത്. ശരിക്കും പരിഹസിച്ചുകൊണ്ടാണ് വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരും ഇക്കാര്യം പറയുന്നത്. ഋതുരാജിനേക്കാൾ തന്നെ കൂടുതൽ കളിയിൽ ഇടപെടുകയും ബൗളർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത് MS ധോണിയാണെന്നും അതുകൊണ്ട് തന്നെ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തുന്നത് ധോണിയാണെന്നും നമുക്ക് കാണാൻ പറ്റുമെന്നും ധോണിയെ തന്നെയാണ് കുറ്റം പറയേണ്ടതെന്നും പറയുന്നു.